الحمد لله نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد. أما بعد فإن خير الحديث كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة. أيها الإخوان والأخوات، أوصيكم وإياي أولا بتقوى الله. إن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب. قال الله تعالى في القرآن المجيد: أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم وقالوا ما لهذا الرسول يأكل الطعام ويمشي في الأسواق لولا أنزل إليه ملك فيكون معه نذيرا. صدق الله العظيم. സ്നേഹമുള്ള സഹോദരന്മാരെ, സഹോദരിമാരെ, സകല പ്രപഞ്ചങ്ങളും സൃഷ്ടിച്ച് സംരക്ഷിച്ച് പരിപാലിച്ചു കൊണ്ടിരിക്കുന്ന ഏകനായ അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾക്ക് വിധേയമായി ജീവിതത്തിലെ വ്യക്തിപരവും കുടുംബപരവും സാമൂഹികവുമായ എല്ലാ മേഖലകളിലും യഥാവിധി തഖ്വ പാലിക്കുവാൻ, യഥാർത്ഥ മുത്തഖികളായി ജീവിതം നയിക്കുവാൻ എന്നെയും നിങ്ങൾ ഓരോരുത്തരെയും ആദ്യമായി വസിയത്ത് ചെയ്യുകയാണ്, ഉപദേശിക്കുകയാണ്. നമ്മുടെ ഇഹപര ജീവിത വിജയം തഖ്വാബോധവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നു. പടച്ച തമ്പുരാൻ അവൻ്റെ മുത്തഖികളായ ദാസന്മാരിൽ ഉൾപ്പെടുത്തി നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. കഴിഞ്ഞ നൂറ്റാണ്ടിലെ മഹാനായ ഇന്ത്യൻ പണ്ഡിതൻ സയ്യിദ് സുലൈമാൻ നദ്വി റഹിമഹുല്ലാഹ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ബഹുമുഖ വ്യക്തിത്വത്തെ ഇങ്ങനെ വരച്ചു കാണിക്കുന്നുണ്ട്. പല നിറങ്ങളുള്ള, പല ആകൃതിയിലുള്ള, പല സൗരഭ്യങ്ങളുള്ള, സുഗന്ധങ്ങളുള്ള പൂക്കൾ നിറച്ചു വെച്ച ഒരു പൂക്കുടന്ന പോലെ, പലതരം പൂക്കൾ നിറച്ച ഒരു പൂക്കുടന്ന പോലെയാണ് അവിടുത്തെ വ്യക്തിത്വം.
ആ പൂക്കളിൽ അവയുടെ നിറം അല്ലെങ്കിൽ ആകൃതി, ഭംഗി, സൗരഭ്യം എല്ലാം എല്ലാവരെയും ആകർഷിക്കുന്നതായിരിക്കും. സവിശേഷമായ ഒരു നിരീക്ഷണമാണ് ഇത് എന്ന് നമുക്ക് അവിടുത്തെ ജീവിതത്തോട് ചേർത്ത് വയ്ക്കുമ്പോൾ ബോധ്യമാകും. ഒറ്റ വാചകത്തിൽ പറഞ്ഞാൽ എല്ലാം തികഞ്ഞ ഒരു മനുഷ്യൻ, എല്ലാം തികഞ്ഞ ഒരു മനുഷ്യൻ, അതായിരുന്നു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മളെപ്പോഴും കേൾക്കാറുള്ള ഒരു പുസ്തകമുണ്ടല്ലോ, മൈക്കിൾ എച്ച് ഹാർട്ടിൻ്റെ ദി 100. ലോകത്തെ സ്വാധീനിച്ച 100 മഹത്തുക്കളെ അദ്ദേഹം ലിസ്റ്റ് ചെയ്തപ്പോൾ ഒന്നാമതായിട്ട് അവിടുത്തെ നാമമാണ് രേഖപ്പെടുത്തി വച്ചത്. അതിന് അദ്ദേഹം കണ്ടെത്തിയ ഒരു കാരണമുണ്ട്. ഒരുപക്ഷെ മുസ്ലിം സമുദായം പോലും ഇപ്പോഴും വേണ്ടത്ര തിരിച്ചറിഞ്ഞിട്ടില്ലാത്ത മഹിതമായ ഒരു കാരണമാണ് മൈക്കിൾ എച്ച് ഹാർട്ട് അതിന് കാരണമായി പറയുന്നത്. എന്താ പറഞ്ഞത്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആത്മീയ ഭൗതിക ജീവിതത്തെ വളരെ സുന്ദരമായിട്ട് പരസ്പരം ചേർത്ത് വെച്ചു എന്നതാണ്. നമുക്കിടയിൽ പോലും ജീവിതം ഇന്നും രണ്ടാണ്. ആത്മീയത വേറെ, ഭൗതികത വേറെ. അങ്ങനെയല്ലേ? ദീന് വേറെ, ദുനിയാവ് വേറെ. നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ പ്രവൃത്തി ഉണ്ടല്ലോ, അള്ളാഹുവിൻ്റെ ഭവനത്തിൻ്റെ അകത്ത് ഇതൊരു ആത്മീയ പ്രവൃത്തിയാണ്. എന്നാൽ പള്ളിയിൽ നിന്ന് പുറത്തിറങ്ങിയാലോ അത് ഭൗതികം, ദുനിയാവ്. ആരാ നമ്മളെ പറ്റിച്ചത്? ആരോ കാര്യമായിട്ട് പറ്റിച്ചതാണ്. മൈക്കിൾ എച്ച് ഹാർട്ടിനെ തിരിച്ചറിയാൻ കഴിഞ്ഞ ആ ബോധ്യം നമുക്കിപ്പോഴും തിരിച്ചറിയാൻ കഴിഞ്ഞില്ല. ആത്മീയ ഭൗതിക സമന്വയമാണ് ഇസ്ലാം. അത് വളരെ വിജയകരമായിട്ട് നടപ്പിലാക്കിയിരിക്കുന്നു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ടാണ് 100 പേരിൽ ആദ്യത്തെ വരിയിൽ ആ നാമം അദ്ദേഹം ചേർത്ത് വെച്ചത്. പക്ഷെ എന്നിട്ടും നമ്മൾ നമ്മെക്കുറിച്ച് തന്നെ എങ്ങനെയാ വിലയിരുത്തുന്നത്? അല്ലേ? ഇവരെന്താ ഇങ്ങനെ? ഇവര് മതം ഒന്നും പറയുന്നില്ലല്ലോ, ഇവര് രാഷ്ട്രീയമാണല്ലോ പറയുന്നത്, അല്ലേ? അങ്ങനെ പറയാം. മതം എന്ന് പറയുമ്പോൾ എന്തൊക്കെയോ അറബി വാക്കുകളൊക്കെ പറഞ്ഞ് ആരാധന അനുഷ്ഠാന മേഖലകളെക്കുറിച്ച് മാത്രം പറഞ്ഞുകൊണ്ടേയിരിക്കുമ്പോൾ അത് മതമാണ്. നമുക്ക് മനുഷ്യന്റെ ജീവൽ പ്രശ്നങ്ങളിൽ ഇടപെടുമ്പോൾ അതിന് നമ്മൾ ഭൗതികമായും രാഷ്ട്രീയമായും വ്യാഖ്യാനിക്കാൻ ശ്രമിക്കുകയാണ്, അല്ലേ? ആരാ നമ്മളെ പറ്റിച്ചത്? റബ്ബന ആതിന ഫിദ്ദുനിയ ഹസനതൻ വഫിൽ ആഖിറതി ഹസന എന്ന മഹത്തരമായ പ്രാർത്ഥന നമ്മെ പഠിപ്പിച്ച ഖുർആനിൻ്റെ വക്താക്കളിൽ നമ്മൾ രണ്ടും പരസ്പരം ചേർത്ത് വെച്ച് ജീവിതത്തെ ഒന്നായി കാണുവാനും അങ്ങനെ ആ വഴിയിൽ സമർപ്പിതരാകുവാനുമാണ് നാം പഠിപ്പിക്കപ്പെട്ടത്. പക്ഷെ എന്നിട്ടും അദ്ദേഹത്തിന് തിരിഞ്ഞ ആ തിരിച്ചറിവ് നമുക്ക് തിരിയാതെ പോകുന്നു. അങ്ങനെ നമ്മൾ പറയും, കണ്ടോ ഒരു മതരാഷ്ട്രവാദി പോകുന്നു. ആനയെ ചൂണ്ടി പറയും പോലെ കൗതുകത്തോടെ അത്ഭുതത്തോടെ അതാ ഒരു മതരാഷ്ട്രവാദി. ആരാ പറയുന്നത്? അകത്തുള്ളവരാണ് പറയുന്നത്, പുറത്തുള്ളവരല്ല പറയുന്നത്. ഒരുപക്ഷെ അകത്തുള്ളവൻ പറഞ്ഞു പറഞ്ഞ് അത് പുറത്തുള്ളവനും ഏറ്റെടുക്കുകയാണ് ചെയ്യുന്നത്, അല്ലേ? അള്ളാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ ജീവിതത്തിൻ്റെ പ്രവാചകത്വത്തിന് മുമ്പുള്ള ഘട്ടവും പ്രവാചകത്വ ഘട്ടവും എല്ലാം പഠിച്ചു നോക്കിയാൽ
ജീവിതത്തെ ഒന്നായി കാണുന്ന നിലപാടാണ് അവിടുന്ന് സ്വീകരിച്ചത് എന്ന് കാണും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പള്ളിയിൽ സമയം ചെലവഴിക്കുന്ന അതേപോലെ ഒരുപക്ഷെ അതിൽ കൂടുതൽ സമയം തെരുവിൽ ചെലവഴിക്കുന്നുണ്ട്. സാങ്കേതികമായി അള്ളാഹുവെ ദിക്ർ ചെയ്യുന്ന അതേ സമയം അല്ലെങ്കിൽ അതിൽ കൂടുതൽ സമയം മനുഷ്യനെക്കുറിച്ചും ജീവിത പ്രശ്നങ്ങളെക്കുറിച്ചും അവിടുന്ന് നിരന്തരം ഉരുവിട്ടുകൊണ്ടേയിരിക്കുന്നുണ്ട് അല്ലേ? അങ്ങനെയാണ് ആ ജീവിതത്തെ നമുക്ക് വായിച്ചെടുക്കാൻ കഴിയാം. കുട്ടിക്കാലം മുതൽ നിങ്ങൾ പഠിച്ചു നോക്കൂ. ഒരിക്കൽ കഅബാലയം പുതുക്കി പണിയുന്ന വേളയിൽ കുഞ്ഞായിരിക്കുമ്പോൾ കല്ല് തലയിൽ ചുമന്ന് നടക്കുന്നുണ്ട്. പ്രയാസമാണെന്ന് കണ്ട് ഒരാൾ പറഞ്ഞില്ലേ, മോനെ ഉടുതുണി അഴിച്ചിട്ട് തലയിൽ വെക്കും, എന്നിട്ട് കല്ല് വെച്ചാൽ വേദനിക്കില്ല. അങ്ങനെ ഒരു ശ്രമം നടത്തിയപ്പോൾ ആ കുട്ടി മോഹാലസ്യപ്പെട്ടു പോയില്ലേ? കുഞ്ഞുനാളിൽ മുതൽ പൊതുജീവിതത്തിൽ അവിടുത്തെ ഇടപെടലുകൾ നമ്മൾ കണ്ടുകൊണ്ടേയിരിക്കുന്നുണ്ട്. ഹർബുൽ ഫിജാർ യുദ്ധങ്ങൾ ആ കാലഘട്ടത്തിൽ ഗോത്രങ്ങൾക്കിടയിൽ നിരന്തരം നടന്നുകൊണ്ടിരുന്ന യുദ്ധങ്ങളായിരുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രവാചകത്വത്തിൻ്റെ മുമ്പ് ആ യുദ്ധ പശ്ചാത്തലങ്ങളിൽ നീതിക്ക് വേണ്ടി ഖുറൈശികളുടെ പക്ഷത്ത് നിലയുറപ്പിച്ച് നമുക്ക് കാണാൻ പറ്റും. ഹൽഫുൽ ഫുദൂൽ എന്ന പേരിലുള്ള വിശിഷ്ട സഖ്യങ്ങളെക്കുറിച്ച് ചരിത്രകാരന്മാർ പറയുന്നുണ്ട്. മക്കയുടെ സുരക്ഷിതത്വം, അവകാശ സംരക്ഷണം, ചൂഷണമുക്തമായ സാമൂഹിക വ്യവസ്ഥിതി, അക്രമരഹിതമായ അന്തരീക്ഷം, ഇവ നിലനിൽക്കുവാൻ വേണ്ടിയിട്ട് അവർ ഏർപ്പെടുത്തിയ ഒരു കരാറായിരുന്നു അത്. അവിടുന്ന് ആ കരാറിൽ പങ്കാളിയായതായിട്ട് കാണാം. മറ്റൊരിക്കൽ കഅബാലയം പുതുക്കിപ്പണിത വേളയിൽ അവിടുന്ന് ഹജറുൽ അസ്വദ് ഏറ്റുവാങ്ങിയിട്ട് പ്രശ്നപരിഹാരം നടത്തിയില്ലേ? പ്രബല ഗോത്രത്തിൻ്റെ ആളുകളൊക്കെയും ആ തുണിയുടെ വക്കിൽ പിടിച്ച് അവിടുന്ന് തൻ്റെ കരം കൊണ്ട് അത് പുനഃസ്ഥാപിച്ചില്ലേ? നിരന്തരമായ സാമൂഹിക ഇടപെടലുകളിൽ നമ്മൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പല തലത്തിൽ കണ്ടുകൊണ്ടേയിരിക്കുന്നുണ്ട്. റസൂൽ ആയിട്ട് ആ സമൂഹത്തിൽ രംഗത്ത് വന്നപ്പോഴും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തെരുവിലാണ്, ആൾക്കൂട്ടത്തിലാണ് എപ്പോഴും. അപ്പോഴാണ് അവർ ചോദിക്കുന്നത്, മാലി ഹാദർ റസൂൽ, ഇതെന്ത് പ്രവാചകൻ, ഇങ്ങനെ ഒരു പ്രവാചകൻ ഉണ്ടാകുമോ? യഅ്കുലു തഅം, ഇദ്ദേഹം ഭക്ഷണം കഴിക്കുന്നു. വയംശി ഫിൽ അസ്വാഖ്, അങ്ങാടിയിൽ നമ്മെപ്പോലെ കറങ്ങി നടക്കുന്നു. റേഷൻ കടയിലുണ്ട്, മാവേലി സ്റ്റോറിലുണ്ട്, മാർക്കറ്റിലുണ്ട്, മീൻ കടയിലുണ്ട്, എല്ലായിടത്തും ഇദ്ദേഹം. ഇങ്ങനെ ഒരാൾ പ്രവാചകനാകുമോ? നമ്മെപ്പോലെ ദാഹിക്കുന്ന, അന്നം കഴിക്കുന്ന പ്രവാചകൻ യഅ്കുലു തഅമ വയംശി ഫിൽ അസ്വാഖ് എന്നവർ ചോദിച്ചില്ലേ? എന്തുകൊണ്ട് ഇദ്ദേഹത്തോടൊപ്പം ലൗലാ ഉൻസില ഇലൈഹി മലക്, ഇതൊരു പ്രവാചകനാണ് എന്നതിൻ്റെ സാക്ഷ്യമായിട്ട് എന്തുകൊണ്ട് ഒരു മലക്ക് അവതരിച്ചില്ല? ഫയകൂന മഅഹു നദീറ, അങ്ങനെ തൻ്റെ കൂടെ ഒരു താക്കീതുകാരനായിട്ട് ഒരു മലക്ക് വന്നുകൂടെ? പ്രവാചകനെങ്കിൽ എന്തുകൊണ്ട് ഇദ്ദേഹത്തിൻ്റെ കയ്യിൽ സമ്പത്തിൻ്റെ നിധി കുംഭങ്ങളില്ല? എന്തുകൊണ്ട് ഇദ്ദേഹം ദരിദ്രനായി? സ്വന്തമായി അന്നം കഴിക്കാൻ ഒരു തോട്ടമെങ്കിലും കൈവശമുണ്ടാവണ്ടേ? ഇങ്ങനെയൊക്കെയാണ് അവർ ചോദിച്ചുകൊണ്ടിരുന്നത്. അവിടുന്ന് ഒടുവിൽ മറുപടി പറയുന്ന മറ്റൊരു സന്ദർഭമുണ്ട്. സുബ്ഹാന റബ്ബി ഹൽ കുന്തു ഇല്ല ബശറർ റസൂല, എൻ്റെ റബ്ബ് എത്ര പരിശുദ്ധൻ. ഹൽ കുന്തു ഇല്ല ബശറർ റസൂല, ഞാൻ മനുഷ്യനായ ഒരു ദൈവദൂതൻ മാത്രമല്ലേ എന്ന് ചോദിക്കുന്നുണ്ട്. മനുഷ്യർക്കിടയിൽ
മനുഷ്യരിൽ ഒരാളായി മനുഷ്യരുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം തേടിക്കൊണ്ട്, പരിഹാരങ്ങൾ കണ്ടെത്തിക്കൊണ്ട് ആണ് ആ ജീവിതം മനുഷ്യർക്കിടയിലൂടെ കടന്നുപോയത് എന്ന് കാണാം. മനുഷ്യൻ്റെ സങ്കടങ്ങൾ ആയിരുന്നു അവിടുത്തെ മുഖ്യ പ്രമേയം. ആ സങ്കടങ്ങളെ അള്ളാഹുവുമായി ബന്ധിപ്പിക്കുന്നു, മനുഷ്യരുമായി ബന്ധിപ്പിക്കുന്നു. കാരണം എന്താണ്? ജീവിതത്തിൽ ഒരുപാട് പരീക്ഷിക്കപ്പെട്ട ആളാണ്. ജനനം തന്നെ അനാഥനായിട്ടായിരുന്നല്ലോ, ദരിദ്രനായിരുന്നു, ആട്ടിടയനായിരുന്നു, കച്ചവടക്കാരനായിരുന്നു. ഇങ്ങനെ മനുഷ്യപ്പറ്റോടെ മനുഷ്യർക്കിടയിൽ തന്നെ ഇഴുകിച്ചേർന്ന ഒരു ജീവിതമായിരുന്നു അത്. അവിടുന്ന് മുഅ്മിനിനെ വ്യാഖ്യാനിക്കുന്ന സവിശേഷമായൊരു വചനമുണ്ട്. എങ്ങനെയാണ്? അൽ മുഅ്മിനുല്ലദീ യുഖാലിത്തുന്നാസ വയസ്ബിറു അലാ അദാഹും. ആരാണ് മുഅ്മിന്? ഉത്തമനായ മുഅ്മിൻ ആരാണ്? അല്ലദീ യുഖാലിത്തുന്നാസ്, ജനകീയനായ വിശ്വാസിയാണ്, ജനങ്ങളുമായി ഇടകലർന്ന് ജീവിക്കുന്നവൻ. വയസ്ബിറു അലാ അദാഹും, ജനങ്ങളിൽ നിന്ന് ഉണ്ടാകാവുന്ന പ്രയാസങ്ങളെ എല്ലാം സബ്റോട് കൂടിയിട്ട് നേരിടുന്ന ആള്. ഖൈർ, അയാളാണ് യഥാർത്ഥത്തിൽ ഉത്തമനായിട്ടുള്ളവൻ. മിനൽ മുഅ്മിനില്ലദീ ലാ യുഖാലിത്തുന്നാസ്, ജനങ്ങളുമായിട്ട് ഇടപഴകാത്ത വിശ്വാസിയേക്കാൾ വലാ യസ്ബിറു അലാ അദാഹും, അവരിൽ നിന്ന് ഉണ്ടാകാവുന്ന ഉപദ്രവങ്ങളെ സഹിക്കാതെ മാറി നിന്നു കളയുന്നവനേക്കാൾ ഉത്തമൻ ജനകീയനായ വിശ്വാസിയാണ്. ജനങ്ങൾക്കിടയിൽ കഴിച്ചുകൂട്ടണം എന്നാണ് പറയുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മനുഷ്യനെ അള്ളാഹുവുമായിട്ട് ബന്ധിപ്പിച്ചു. അതാണ് സവിശേഷമായ ഒരു തലം. മറ്റൊന്ന്, മനുഷ്യനെ മനുഷ്യനുമായിട്ട് ബന്ധിപ്പിച്ചു എന്നതാണ്. സവിശേഷമായ ചില പ്രയോഗങ്ങളുണ്ടല്ലോ. നാളെ പരലോകത്തെത്തുമ്പോൾ നമ്മൾ അനുഭവിക്കുന്ന ഒരു സംഭാഷണമുണ്ട്. മനുഷ്യ, ഞാൻ രോഗിയായി, നീ എന്നെ സന്ദർശിച്ചില്ല. അപ്പോൾ നമ്മൾ ചോദിക്കും അത്രേ, പടച്ചോനെ, നീ റബ്ബുൽ ആലമീനായ തമ്പുരാനല്ലേ, നിനക്കെങ്ങനെ രോഗം വരാൻ? അപ്പം അല്ലാഹു പറയും, നിന്റെ അയൽവക്കത്ത്, നിന്റെ സഹജീവികൾക്കിടയിൽ ഇന്നാലിന്ന ആൾ രോഗിയായ വിവരം നീ അറിഞ്ഞിരുന്നല്ലോ, എന്നിട്ട് നീ അയാളെ സന്ദർശിച്ചില്ല. സന്ദർശിച്ചിരുന്നെങ്കിൽ, അയാൾക്ക് സാന്ത്വനം നൽകിയിരുന്നെങ്കിൽ നിനക്ക് എന്നെ അവിടെ കാണാമായിരുന്നു. എന്തൊരു പ്രയോഗമാണ് അല്ലേ? വേറിട്ടൊരു ആത്മീയ തലമാണത്. നമസ്കാരത്തിൽ നമ്മൾ അള്ളാഹുവുമായിട്ട് മുനാജാത്ത് നടത്താണ്, സ്വകാര്യ ഭാഷണമാണ്. എന്നാൽ അതിൻ്റെ മറ്റൊരു തലം, അള്ളാഹുവിൻ്റെ സൃഷ്ടികളെ സ്വന്തത്തോട് ചേർത്ത് നിർത്തിയാൽ അവിടെ അള്ളാഹുവെ കാണാം എന്ന് പഠിപ്പിക്കുകയാണ്. അത് ആത്മീയതയുടെ സവിശേഷമായ ഒരു തലമല്ലേ? ജനസേവനം നമുക്ക് ദൈവാരാധന എന്നാണ് അതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയാം അല്ലേ? മനുഷ്യരിലേക്ക് ഇറങ്ങിച്ചെല്ലുമ്പോൾ നമ്മൾ യഥാർത്ഥത്തിൽ അള്ളാഹുവിലേക്ക് ഉയർന്നു പൊങ്ങുകയാണ് എന്നാണല്ലോ ഉദ്ദേശിക്കുന്നത്. ഇങ്ങനെ ഒരുപാട് പരാമർശങ്ങൾ കാണാം. അസ്സാഇ അലൽ അർമിലത്തി വൽ മിസ്കീൻ കസ്സാഇ ഫീ സബീലില്ലാഹ്, വിധവയുടെയും അനാഥന്റെയും മാർഗത്തിൽ പരിശ്രമിക്കുന്നവൻ, അവർക്ക് താങ്ങായി നിൽക്കുന്നവൻ ദൈവമാർഗത്തിൽ പടപൊരുതുന്നവനെ പോലെയാണ്. വല്ലാത്ത പ്രതീക്ഷ നൽകുന്ന പ്രയോഗമാണ്. ഞാനും അനാഥ സംരക്ഷകനും സ്വർഗത്തിൽ ഇങ്ങനെയാണ്. 2 വിരലുകൾ ചേർത്ത് വെച്ചുകൊണ്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നുണ്ട്. ഇങ്ങനെ മനുഷ്യരോട് ചേർന്ന് നിൽക്കുന്ന, മനുഷ്യരിലേക്ക് ഇറങ്ങി വരുന്ന ഒരു സവിശേഷമായ സംസ്കാരമാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിക്കുന്നത് എന്ന് കാണാം. അത് വേറിട്ടൊരു തലമാണ്. നമ്മൾ ഭൗതികം എന്ന് പറഞ്ഞ് മാറ്റി നിർത്തുന്ന മേഖലകളെ എങ്ങനെ ആത്മീയവൽക്കരിക്കാം,
എന്നുള്ള അന്വേഷണമാണ്, അതിൻ്റെ ഉത്തരങ്ങളാണ് അവിടുന്ന് നൽകുന്നത്. ഈമാനാണല്ലോ ആത്മീയതയുടെ പൂർണ്ണത, അതിലാർക്കും സംശയമില്ല. പക്ഷെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈമാനിനെ വ്യാഖ്യാനിക്കാണ്. അൽ ഈമാനു ബിദ്ഉ വസബ്ഊന ശുഅബ. ഈമാൻ 70-ൽ പരം ശാഖകളുള്ളതാണ്. അതൊരു മരമാണെങ്കിൽ അതിന് 70-ൽ പരം ശാഖകൾ എന്ന് കരുതാം. അഫ്ളലുഹ ഖൗലു ലാ ഇലാഹ ഇല്ലല്ലാഹ്. അതിൽ ഏറ്റവും ശ്രേഷ്ഠം ആദർശവാക്യമാണ്, അത് നെഞ്ചോട് ചേർത്ത് വെക്കണം, അല്ലാഹു അല്ലാതെ ദൈവമേതുമില്ല എന്നതാണ്. സാക്ഷാൽ ദൈവമല്ലാതെ ദൈവമില്ല. അത് അതിൻ്റെ അടിത്തറയാണ്, അച്ചുതണ്ടാണ്. അതിൽ നിന്നാണ് നമ്മുടെ ജീവിതം ഒഴുകി പരക്കേണ്ടത്. എന്നിട്ട് പറഞ്ഞു വ അദ്നാഹ, താഴേക്കിടയിലുള്ളത് ഏതെന്നറിയോ? ഇമാത്തത്തുൽ അദാ അനി ത്വരീഖ്, വഴിയിലെ തടസ്സങ്ങൾ, മാലിന്യങ്ങൾ നീക്കലാണ് എന്ന് പറയുന്നു. കണ്ടോ, ആത്മീയം എന്ന് നമ്മൾ പറയുന്ന ലാ ഇലാഹ ഇല്ലല്ലാഹയെയും ഭൗതികം എന്ന് നമ്മൾ പറയുന്ന ഗതാഗത തടസ്സങ്ങളെയും നീക്കുക. രണ്ടും ഈമാനാണ്. ഒന്നാമത്തേത് പറഞ്ഞു, അതിൽ 70-ാമത്തേതും പറഞ്ഞു എന്നിരിക്കട്ടെ. എങ്കിൽ അതിനിടയിലുള്ളവ എന്തായിരിക്കും? അതാണ് മനുഷ്യ ജീവിതം എന്ന് പറയുന്നത്. ആ ജീവിതത്തെ തൊടാതെ എന്ത് ആത്മീയതയാണ് നമുക്ക് പറയാൻ സാധിക്കും? പക്ഷെ എന്നിട്ടും നമ്മൾ ഒരു ഹാളിൽ ഒരു കല്യാണം വന്നാൽ അന്ന് റോഡ് ബ്ലോക്കാണ് അല്ലേ? പള്ളിയിലേക്ക് വരുമ്പോൾ പോലും ജമാഅത്ത് നമസ്കാരം കിട്ടാൻ വേണ്ടി, ഒരു റക്അത്ത് കിട്ടാതെ നഷ്ടപ്പെടുമെന്ന് പേടിച്ച് ഓടി വരുമ്പോൾ ബൈക്ക് പലപ്പോഴും അശ്രദ്ധമായിട്ട് റോഡിൽ നിർത്തിയിടാണ്. മറ്റ് യാത്രക്കാർക്ക് പ്രയാസം ഉണ്ടാവുകയാണ്. ഈമാനിനെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വ്യാഖ്യാനിച്ച തലത്തെ നമ്മൾ മറന്നു പോകുന്നില്ലേ? ലാ ഇലാഹ ഇല്ലല്ലാഹ് എത്തിപ്പിടിക്കാൻ വേണ്ടിയിട്ട് അതിൻ്റെ മറുവശമാകുന്ന, അതോട് ചേർത്ത് പറഞ്ഞ മറ്റൊരു കാര്യത്തെ മറന്നു പോകുന്നു. കാരണം നമുക്കത് ഭൗതികമാണ്, ലാ ഇലാഹ ഇല്ലല്ലാഹ് ആത്മീയമാണ് അല്ലേ? അങ്ങനെയാണ് തൻ്റെ വീട്ടിലെ മാലിന്യത്തിൻ്റെ കിറ്റ് എങ്ങനെ അയൽക്കാരൻ്റെ തൊടിയിലേക്ക് എറിയാം, അല്ലെങ്കിൽ റോഡ് സൈഡിൽ കളയാം. പ്രളയം വരുമ്പോൾ തോട്ടിലും പുഴയിലൊക്കെ എത്രയാ പ്ലാസ്റ്റിക്, ആരാ എറിയുന്നത്? ഈ ഈമാൻ പഠിപ്പിക്കപ്പെട്ട നമ്മൾ. പക്ഷേ നമുക്ക് ആ ഒരു ആത്മീയത ബോധ്യപ്പെടാതെ പോകുന്നത് എന്താണ്? അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ലാ ഇലാഹ ഇല്ലല്ലാഹ് ആത്മീയതയാണെങ്കിൽ, അതേപോലെ വഴിയിലെ മാലിന്യം നീക്കൽ, തടസ്സങ്ങൾ മാറ്റൽ, മറ്റുള്ളവർക്ക് യാത്ര സുഗമമാക്കൽ ഈമാനാണ് എന്ന് പഠിപ്പിച്ചിട്ട് എന്താണ് നമുക്കത് അത്രയ്ക്കങ്ങ് ബോധ്യപ്പെടാതെ പോകുന്നത് എന്നാണ് ആലോചിച്ച് നോക്കേണ്ടത്. വളരെ പ്രധാനമാണ്. അതിനാൽ മാലിഹാദർ റസൂൽ, ഇതെന്തൊരു പ്രവാചകൻ എന്ന് അവർ അത്ഭുതപ്പെട്ടത് നമ്മുടെ കാര്യത്തിലും ലോകത്തിന് അത്ഭുതപ്പെടാൻ അവസരം കൊടുക്കണം. ഇങ്ങനെയൊക്കെയാണോ ആത്മീയത? ഇത് മനുഷ്യരുമായി ഇടകലർന്നുള്ള ജീവിതമാണ്. മനുഷ്യൻ്റെ പ്രശ്നങ്ങൾക്ക് പരിഹാരം നമ്മൾ കരുതിയ പോലെ പൗരോഹിത്യത്തിൻ്റെ ദന്തഗോപുരങ്ങളിൽ വിരാജിക്കുന്ന മറ്റേതോ ലോകത്തെക്കുറിച്ചല്ല ഇവർ പറയുന്നത്. ഈ ലോകത്തെ പ്രശ്നങ്ങളിൽ ഇടപെട്ടുകൊണ്ട് തന്നെ പരലോകം നേടിയെടുക്കുവാനുള്ള വേറിട്ട ഒരു ശൈലിയാണ് അവതരിപ്പിക്കുന്നത് എന്ന് ലോകത്തെ ബോധ്യപ്പെടുത്തിക്കൂടെ? അത് മാത്രമാണ് യഥാർത്ഥത്തിൽ പ്രശ്നപരിഹാരം. മനുഷ്യരിലേക്ക് ഇറങ്ങിച്ചെല്ലുക, മനുഷ്യനായ പ്രവാചകനിൽ നിന്ന് പാഠം ഉൾക്കൊള്ളുക എന്നത് മാത്രം. അല്ലാഹുവേ, അങ്ങനെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വെട്ടിത്തെളിച്ച ആ വഴിയിലൂടെ സഞ്ചരിക്കുവാൻ, മനുഷ്യനാകുവാൻ, മനുഷ്യരെ ചേർത്ത് പിടിക്കുവാൻ, അങ്ങനെ സ്വർഗത്തോളം വളരുവാൻ ഞങ്ങൾക്ക് നീ തൗഫീഖ് നൽകി അനുഗ്രഹിക്കണേ നാഥ.
الحمد لله الذي هدانا لهذا وما كنا لنهتدي لولا أن هدانا الله. اللهم صل على محمد وعلى آله وصحبه أجمعين. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. യഥാർത്ഥ മുത്തഖികളായി ജീവിതം നയിക്കുവാൻ വേരുകൾ മനുഷ്യ ഹൃദയങ്ങളിൽ മണ്ണിൽ ഉറച്ചു നിൽക്കാൻ, ശാഖകൾ സ്വർഗത്തോളം അള്ളാഹുവിലേക്ക് വളർന്നു നിൽക്കുന്ന അവസ്ഥയിൽ തഖ്വയുടെ, ആത്മീയതയുടെ സവിശേഷമായ തലം എത്തിപ്പിടിക്കുവാൻ പരിശ്രമിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിന് നമുക്കെല്ലാം തൗഫീഖ് നൽകുമാറാവട്ടെ. പറഞ്ഞു കാര്യങ്ങളിങ്ങനെ അടുത്തടുത്ത് വന്നുകൊണ്ടിരിക്കും പോലെയാണ് അല്ലേ? നമ്മൾ ആത്മീയതയുടെയും ഭൗതികതയുടെയും രാഷ്ട്രീയത്തിൻ്റെയും ഒക്കെ പേരിൽ പലതരത്തിൽ വഴിമാറി നടക്കുമ്പോൾ കാര്യങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടേയിരിക്കുകയാണ്. അസമിൽ 28 മനുഷ്യരെ പെട്ടെന്നൊരു ദിവസം അവർ ഈ രാജ്യത്തെ പൗരന്മാരല്ല എന്ന് പ്രഖ്യാപിച്ച് ഒരു വണ്ടിയിൽ കയറ്റിക്കൊണ്ടുപോകുന്ന രംഗം കണ്ടിട്ടുണ്ടാകുമല്ലോ എല്ലാവരും. എന്ത് തോന്നി? നമ്മൾ നിസ്സംഗരായി മാറിപ്പോകുന്നുണ്ടോ? തെരുവിലായിരുന്നു പ്രവാചകൻ, നമ്മളോ അത് അസമിലല്ലേ എന്ന് കരുതിയിട്ട് ഒരുപക്ഷെ തൽക്കാലം സമാധാനിച്ചിരിക്കുകയായിരിക്കും. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തിനെ ജീവിതം കൊണ്ട് സാക്ഷാത്കരിക്കേണ്ടത് അവിടുന്ന് ശബ്ദമില്ലാത്തവൻ്റെ ശബ്ദമായും നീതി നിഷേധിക്കപ്പെട്ടവൻ്റെ നാവായും നിരന്തരം പ്രവർത്തിച്ചിരുന്നു എന്നതിലാണ്. ആ ഒരു സുന്നത്തിനെ കൂടി നമ്മൾ ഏറ്റെടുക്കേണ്ടതില്ലേ? അനുഷ്ഠാനപരമായ സുന്നത്തിൽ വളരെയേറെ ജാഗ്രത പുലർത്തുമ്പോൾ അവിടുത്തെ ജീവിതം ആകുന്ന സുന്നത്തിനെ ഏറ്റെടുക്കുക എന്നത് നമ്മുടെ ബാധ്യതയല്ലേ? തീർച്ചയായും അങ്ങനെ തന്നെയാണ്. വഖഫ് സ്വത്തുക്കൾ സംബന്ധമായിട്ടുള്ള ബില്ല് വരാൻ പോവാണ്. അതിനെതിരിൽ ഓൺലൈനിൽ നമുക്ക് പ്രതികരിക്കാനുള്ള അവസരത്തിൻ്റെ അവസാനത്തെ ദിവസമാണിന്ന്. നമ്മിൽ എത്ര പേര് ബോധപൂർവം പ്രതികരിച്ചിട്ടുണ്ടായിരിക്കും? ആലോചിക്കേണ്ടതാണ്. ഒരുപക്ഷെ ഇങ്ങനെ അള്ളാഹുവിൻ്റെ ഭവനത്തിൽ ഒരുമിച്ച് കൂടാനുള്ള സ്വാതന്ത്ര്യത്തിനും എതിരിലുള്ള നീക്കങ്ങളായിരിക്കാം അത്. മൗനം വെടിയേണ്ട സമയമായിരിക്കുന്നു എന്ന് തന്നെയാണ് ഇവയെല്ലാം നമ്മെ ഓർമ്മപ്പെടുത്തുന്നത്. ഒരുപക്ഷെ മനുഷ്യരുടെ പ്രശ്നങ്ങളിൽ ഇടപെടുക എന്നത് പള്ളികളിൽ ഇഅ്തികാഫിനേക്കാളും പുണ്യകരമാകുന്ന സാഹചര്യങ്ങളും ഉണ്ട് എന്ന് അവിടുന്ന് പഠിപ്പിച്ചിട്ടുണ്ടല്ലോ. ആലോചിക്കേണ്ടതാണ്. മനുഷ്യരിലേക്ക്, മനുഷ്യരുടെ പ്രശ്നങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലുക എന്നത് അള്ളാഹുവിൻ്റെ ദീൻ നമ്മെ ഏൽപ്പിച്ച, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം മാതൃക കാണിച്ച വിഷയം തന്നെയാണ്. പടച്ച തമ്പുരാൻ അങ്ങനെ സത്യത്തിനും നീതിക്കും വേണ്ടിയിട്ട് നിലയുറപ്പിക്കുവാനുള്ള തൗഫീഖ് നൽകി നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. ചിങ്ങമാസവും റബീഉൽ അവ്വൽ മാസവും ഒന്നിച്ചു വന്നിരിക്കുകയാണ്. ഈമാൻ ചോർന്നു പോകരുത്, ഇസ്ലാം കൈവിട്ടു പോകരുത്, സുന്നത്തുകൾ കൈമോശം വരരുത്, ബിദ്അത്തുകൾ തിരിച്ചറിയാതെ പോകരുത്. ഈമാനികമായ വിശുദ്ധി നിലനിർത്തണം. അന്ധമായി ആരെയെങ്കിലും അനുകരിച്ചിട്ട് സ്വന്തം അസ്തിത്വം കളഞ്ഞു കുളിക്കരുത്. ജാഗ്രതയുണ്ടാവണം എന്ന് മാത്രം ഉണർത്തുന്നു. അല്ലാഹുവേ, സംഭവിച്ചു പോകുന്ന അബദ്ധങ്ങളെല്ലാം വിട്ടുവീഴ്ച ചെയ്ത് പുറത്തു തരണേ റബ്ബേ. കൃത്യമായ നിലപാടോടുകൂടി ആദർശമാർഗത്തിൽ ജീവിതം നയിക്കുവാൻ ഞങ്ങൾക്ക് നീ തൗഫീഖ് നൽകണേ നാഥ. പടച്ചവനെ, ഞങ്ങളുടെ എല്ലാ സതുദ്ദേശങ്ങളും ഞങ്ങൾക്ക് നീ സഫലീകരിച്ചു തരണേ റബ്ബേ. അല്ലാഹുവേ, രോഗികളാണ് പലരും. മിമ്പറിൽ കയറുന്നതിന് മുമ്പും
ഒരു സഹോദരൻ വന്ന് പറഞ്ഞു, ഒരു സഹോദരന് ക്യാൻസറാണ്, സ്പ്രെഡ് ചെയ്തു പോയി എന്ന് പറയാണ്. അല്ലാഹുവേ, ആ സഹോദരന് പൂർണ്ണ ശിഫ നൽകി അനുഗ്രഹിക്കണേ റബ്ബേ. അങ്ങനെ ഒരുപാട് പേര് രോഗശയ്യയിലാണ്, പ്രയാസകരമായ അവസ്ഥയിലാണ്. അല്ലാഹുവേ, ശിഫ നൽകി അനുഗ്രഹിക്കണേ റബ്ബേ. പരീക്ഷണങ്ങളെ സബറോടെ തവക്കുലോടെ മറികടക്കാനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കണേ നാഥ. അല്ലാഹുവേ, ഞങ്ങളുടെ സാമൂഹിക അന്തരീക്ഷം പ്രയാസകരമാണ് നാഥ. ഇസ്തിഖാമത്തോടെ അടിയുറച്ച നിലപാടോടെ ഏത് സാഹചര്യത്തെയും ഈമാൻ കൊണ്ട് അതിജീവിക്കാനുള്ള കരുത്ത് നൽകി അനുഗ്രഹിക്കണേ റബ്ബേ. പടച്ചവനെ, കേവലം അനുകരണപ്രമമുള്ളവരായി ഞങ്ങളെ നീ മാറ്റല്ല നാഥ. അല്ലാഹുവേ, ഈമാനികമായ ആദർശപരമായ കരുത്ത് അതിൽ അടിയുറച്ച് മുന്നോട്ട് പോകുന്നവരിൽ ഉൾപ്പെടുത്തി ഞങ്ങൾ അനുഗ്രഹിക്കണേ റബ്ബേ. പടച്ചവനെ, ഫലസ്തീൻ ഒരു ചോദ്യചിഹ്നമായി തുടരുകയാണല്ലോ നാഥ. അവരുടെ പരിശ്രമങ്ങൾക്ക് വിജയം നൽകണേ നാഥ. അല്ലാഹുവേ, അവരോട് പലവിധത്തിലും ക്രൂരത ചെയ്തുകൊണ്ടിരിക്കുന്ന ഭരണകൂടങ്ങളെ, അവരുടെ കുതന്ത്രങ്ങളെ നീ പരാജയപ്പെടുത്തണേ നാഥ. ഞങ്ങളിൽ നിന്ന് മൺമറഞ്ഞു പോയ ഉമ്മമാര്, വാപ്പമാർ, സഹോദരീ സഹോദരങ്ങൾ എല്ലാവർക്കും മഗ്ഫിറത്തും മർഹമത്തും നൽകി അനുഗ്രഹിക്കണേ നാഥ. നിന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ ഞങ്ങളെയും അവരെയും ഒരുമിച്ച് ചേർക്കണേ റബ്ബേ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബു ദഅവാത്ത്